You are watching Malabar Safari. ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊടികുത്തിമലയിലേക്കാണ്. ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ള
ഇതെല്ലാ കാലത്തും ഇതിൽ വെള്ളം ഉണ്ടാകും എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ മലമുകളിൽ ഇങ്ങനെ വെള്ളം ഒരിക്കലും വറ്റാതെ ഇങ്ങനെ നിൽക്കാറുണ്ട്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് സംഭവം. മലമുകളിലാണ് ഇത്, എത്രയോ അടി ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. ഏതായാലും സെറ്റ് ചെയ്ത ഒരു രീതിയൊക്കെ അത് നശിക്കാതിരിക്കാനും കയറി പോകുന്ന രണ്ട് സൈഡിലായിട്ടും ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി അങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഗോപുരം പോലെ ഒരു സംഭവം, ഒരു 3 നിലയിലൊരു കെട്ടിടമുണ്ട്. ഫുള്ള് 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു സ്ഥലം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതാണ് അതിൻ്റെ മേലിൽ നിന്ന് നല്ല ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. 1998 ആ ഗോപുരം അതിൻ്റെ മുകളിൽ നിർമ്മിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ താഴക്കോട് പഞ്ചായത്തിലാണ് കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു സ്ഥലങ്ങൾ പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് തെക്കമ്മല പറഞ്ഞ ഒരു പ്രദേശമാണ് നമുക്ക് കാണാൻ കഴിയുക. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും മണ്ണാർമല ആണ് ഉള്ളത്. പിന്നെ താഴ്വാരത്തിൽ അത്യാവശ്യം ജനവാസ കേന്ദ്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് കുന്തിപ്പുഴ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുകളിൽ ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു അമ്മണിക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് നമുക്ക് തിരിയാനുള്ളത്. ഈ മലൻ്റെ മുകളിലേക്ക് ഉള്ള നമുക്ക് തിരിയാനുള്ളത്. അപ്പം ആ ഒരു സ്ഥലത്തെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഒരു 5 മുനികൾ തപസ്സിരുന്നു എന്ന് ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിക്കാട് എന്നൊരു പേര് കൂടി ഇതിന് ഉണ്ട്. പിന്നീട് അത് അയ്മുനിക്കാട് എന്ന് കുറേ കാലം പറയപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് ശേഷം ആണ് ഇന്നത്തെ ഒരു പേര് അമ്മണിക്കാട് ആയി മാറിയത് എന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം പറയുന്നത്. പ്രാദേശികമായുള്ള ഒരു ഐതിഹ്യമാണ്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നറിയില്ല. അവിടെ അങ്ങനെ ഒരു ചെറിയ ബോർഡ് മേലെ എഴുതി വെച്ചതുമായിട്ടും കണ്ടു. കയറി നമ്മൾ കുറച്ചും കൂടി മുകളിൽ എത്തിയപ്പോഴുള്ള ഒരു കാഴ്ചയാണ് നല്ല ഒരു പുൽമേട്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പുല്ലൊക്കെ ഇങ്ങനെ പൊന്തി നിന്ന് ആ മലേൻ്റെ വേറൊരു ഭാഗം ഇങ്ങനെ കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഇവിടെ വന്ന് നമ്മൾ കാണേണ്ട ഒരു ഇതന്നെയാണ്. ചെറിയ നടപ്പാതകളും അങ്ങോട്ടൊക്കെ ആളുകൾ പോകുന്നുണ്ട് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നമുക്ക് ഇവിടുന്ന് പോരാൻ തോന്നില്ല, അത്രക്കും ഭംഗിയുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഭാഗം നല്ല അത്യാവശ്യം ഭംഗിയുണ്ട്. എന്തൊരു ഭംഗിയാണ് ഇവിടെ കാണാൻ. മലകളൊക്കെ അങ്ങനെ പച്ചപ്പ് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഇവിടെ പോലെ തന്നെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കേട്ടോ. അവിടെകളൊക്കെ ഓരോ കപ്പിൾസ് വന്നിരിക്കുന്നുണ്ട്. അത് പല രൂപത്തിലുള്ള കപ്പിൾസും വരുന്നുണ്ട്. ഒറിജിനായിട്ടുള്ള കപ്പിൾസും ഉണ്ട്. അതല്ല കപ്പിൾസിൻ്റെ പേരും പറഞ്ഞ് വേറെ പല ഉത്സിത പ്രവർത്തനങ്ങൾക്ക് വരുന്നവരുമുണ്ട്. അത് നമുക്ക് പലയിടത്തും കാണാനും കഴിഞ്ഞു. അതങ്ങനെ നമുക്ക് പറയാൻ ഉണ്ടായ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ഭാര്യയും ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ പുറമെ പോയിട്ട് ഇങ്ങനെ വേണ്ടാത്ത പരിപാടികൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാൻ കഴിയും. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, അതൊന്നും ആയിരിക്കും നമ്മൾ കടന്നിട്ടില്ല. അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്ന് കയറിയിട്ടുമില്ല. അതേപോലെ തന്നെ കുറച്ചും കൂടി ഇനി കയറി വന്നപ്പോൾ ഉള്ളതാണ് ഒരു മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ച അത്യാവശ്യം ഭംഗിയുള്ള, അതേപോലെ തന്നെ പുൽമേടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. കുറച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നോക്കി. പിന്നെ നമുക്ക് പേടിയാവുക. കുറച്ചതിങ്ങനെ പോയി നോക്കിയപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ നടപ്പാതകളുണ്ട്. പിന്നെ നമ്മളെക്കാട്ടും ഉയരത്തിൽ ഈ പുല്ലുകൾ ഇങ്ങനെ പൊന്തി നിന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്നറിയില്ല. പിന്നെ വലിയ കാടാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്നും ശല്യം ചെയ്യാതെ ഞാൻ ആ വഴി അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ പോണിടത്തോളം കൊടും കാടായി മാറുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. സംഭവം നല്ല ഭംഗിയുള്ള പ്രദേശം കൂടിയാണ് ഈ ഒരു ഭാഗം. 360
വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ചെറിയൊരു വിവരണമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫസ്റ്റത്തെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും വാച്ച് എടുക്കണമെന്ന് നമുക്ക് അതിൻ്റെ ഒരു വിസിബിലിറ്റി അത്ര അങ്ങോട്ട് നമുക്കൊരു വ്യക്തമല്ല. എങ്കിലും ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങൾ ആയിട്ട് നമ്മൾ കണ്ണ് എത്തുന്ന ഭാഗത്തൊക്കെ നമ്മൾ കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ കൊടികുത്തിമല. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ മഴക്കാലം ചെറിയൊരു മഴയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കാലാവസ്ഥ കുറച്ചൊരു മൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു വിസിബിലിറ്റി കമ്മി നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ ഈ ജോഗിങ്ങിന് വരുന്ന ആളുകളൊക്കെ അങ്ങോട്ട് ജോഗിങ്ങിന് നടക്കാനും ഇതിനൊക്കെ ആയിട്ട് എക്സസൈസിനൊക്കെ ആയിട്ട് വരുന്നു എന്ന് അവിടുന്ന് താഴത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു. അതൊക്കെ ഇവിടെ സ്ഥിരം ഒരു കാഴ്ചയാണ്. അവരൊക്കെ ഇവിടെ വരുന്നതാണ്. ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും നടന്ന് തന്നെ ഇത് കയറാൻ ശ്രമിക്കുക. കഴിയുന്നവരൊക്കെ കഴിയുന്നതും നടന്ന് കയറാൻ തന്നെ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പിന്നെ അവിടുന്ന് ട്രെക്കിംഗ് ഉണ്ട് സംഭവം. അവിടുന്ന് താഴത്തുനിന്ന് ഒരു വൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപയും 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ജീപ്പിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കാഴ്ചകൾ കാണിച്ച് തിരിച്ച് അവിടെ കൊണ്ടുപോയി ഇറക്കണതിന് 800 രൂപയുമാണ് ഫീസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പെരിന്തൽമണ്ണ ടൗൺ നമുക്ക് മൊത്തം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് ചുറ്റുപാടുള്ള പ്രദേശങ്ങളും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. നല്ല ഒരു തണുപ്പുള്ള പ്രദേശങ്ങളാണ്. ഏകദേശം 14 ഡിഗ്രി വരെ ഇവിടെ ഡിസംബർ ടൈമിലൊക്കെ ഇവിടെ തണുപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നും കൂടി ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ ഡിസംബർ മുതൽ ഫെബ്രുവരി ആ മാസങ്ങളിലാണ് ഏറ്റവും അനുയോജ്യമായ ഒരു ടൈം. സെപ്റ്റംബർ മെയ് മാസങ്ങളിലും ഇങ്ങോട്ടേക്ക് വരാം. നല്ല ഒരു കാലാവസ്ഥ ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ വനം വകുപ്പിൻ്റെ കീഴിലാണ്. 91
അതൊക്കെ അങ്ങനെയൊന്നും ഇല്ല. അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഈ ചെറുകിട കച്ചവടങ്ങളായിട്ട് അതുപോലെ തന്നെ ഉപ്പിലിട്ടത്, ഐസ്ക്രീം, ചെറുകിട ജ്യൂസുകൾ, You are watching Malabar Safari.